കരുണയുടെ തിരുനാൾ എന്തുകൊണ്ട് ആഘോഷിക്കണം, അല്ലെങ്കിൽ ആഘോഷിച്ചാൽ ഈശോ തന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെ, ഈശോ എന്തുകൊണ്ടാണ് നമ്മൾ കരുണയുടെ തിരുനാൾ ആഘോഷിക്കണം നിർബന്ധം പഠിക്കുന്നത്, അന്ന് ലഭിക്കുന്ന അസാധാരണമായ കൃപകളെ കുറിച്ച് ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റീനയുടെ ഡയറിയിൽ 699 ഖണ്ഡികയിൽ പാരഗ്രാഫ് 699 ഈശോ ഇങ്ങനെ പറയുകയാണ്, ഈ തിരുനാളിൽ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക്, ആ തിരുനാളിലോ അതിന് തൊട്ട് മുമ്പോ ഒരുക്കമായിട്ടോ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ്ണ പാപമോചനവും പാപകടങ്ങളുടെ പരിപൂർണമായ പൊറുതിയും ലഭിക്കും. ഞാനിപ്പോ ദിവസങ്ങളിലെ ആളുകളെ കാണുന്ന സമയത്തൊക്കെ മനുഷ്യരോട് പറയുന്നുണ്ട്, പാപത്തിന്റെ കുറ്റബോധം മാറുന്നില്ല. ചില പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചിട്ടും മനസ്സ് അത് ക്ഷമിച്ചു അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തുണ്ട്. അങ്ങനെയുള്ളവരും അങ്ങനെ അല്ലാത്തവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, സകല പാപവും തുടർച്ച മാറ്റുമെന്ന് ഈശോ പ്രഖ്യാപിച്ച് തിരുസഭയുടെ ഔദ്യോഗിക പ്രബോധനാധികാരത്തിൽ ക്രിസ്തുവിന്റെ പ്രതിനിധി ലോകത്തോട് പ്രഖ്യാപിച്ച വിശ്വാസ സത്യമാണ്. വിശ്വാസ സത്യമാണ് ഇത്. എന്നൊരു പ്രൈവറ്റ് റെവലേഷൻ അല്ല കേട്ടോ, സ്വകാര്യ വെളിപാടല്ല. ഇത് തിരുസഭയുടെ ആധികാരികമായ ഒത്തന്റിക് ആയ ടീച്ചിങ് ആണ്. അതുകൊണ്ട് ഇത് വിശ്വസിക്കാം, ഇത് ഏറ്റെടുക്കാം. ഞാൻ നമ്മൾ പറയുന്നത് ഒരു സംശയം വേണ്ട. സകല പാപങ്ങളും സകല പാപത്തിന്റെ സകല ശിക്ഷകളും സകല കടങ്ങളും പരിഹരിക്കപ്പെടുന്ന ദിവസമാണ്. ഇത് നന്നായി ഒരുങ്ങി ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും. അപ്പൊ ഈശോ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഇതാണ്. അതായത് ഇതിനെ ഈശോ വിളിക്കുന്നത് രണ്ടാം മാമോദീസ എന്നാണ്. വിശുദ്ധ ആഗസ്തീനോസ് കുമ്പസാരം എന്ന കൂദാശയെ രണ്ടാം മാമോദീസ എന്ന് വിളിച്ചിട്ടുണ്ട്. അതായത് മാമോദീസായെ ക്ഷമിച്ചതുപോലെ തന്നെ കുമ്പസാരത്തിൽ എല്ലാ പാപങ്ങളും ക്ഷമിക്കും എന്ന അർത്ഥത്തിലാണ് വിശുദ്ധ ആഗസ്തീനോസ് സെക്കൻഡ് ബാപ്റ്റിസം എന്ന് കുമ്പസാരത്തെ വിളിക്കുന്നത്. അപ്പൊ ഈശോ ഭൗതികമായി വെളിപ്പെടുത്തി കൊടുക്കുക ഇത് രണ്ടാം മാമോദീസായാണ് എന്ന് പറഞ്ഞതാണ്. ഇത് മാമോദീസായിൽ മാത്രം ലഭിക്കുന്ന കൃപകളുടെ നവീകരണമാണ്. മാമോദീസായിൽ എന്തെല്ലാം കൃപകൾ കിട്ടിയോ അത് മുഴുവൻ നവീകരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പൊ ഞാൻ ഈ മാമോദീസയെ കുറിച്ചെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ദൈവമേ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒന്നുകൂടെ മാമോദീസ സ്വീകരിക്കാൻ ആഗ്രഹം വരും. പക്ഷെ അങ്ങനെ മാമോദീസ സ്വീകരിക്കാൻ വകുപ്പില്ല. നമുക്ക് ഏക മാമോദീസയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനിയൊരു മാമോദീസ സ്വീകരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ മാമോദീസയിൽ എന്തെല്ലാമാണ് ലഭിക്കുന്നത് എന്ന ആ കൃപാവരത്തെ കുറിച്ച് ബോധ്യം കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെയ്തത്, ഞാൻ ജനിച്ചു കൊടുത്ത പള്ളിയിലെ വികാരിച്ചനെ വിളിച്ചിട്ട് ഞാൻ മാമോദീസ സ്വീകരിച്ച് ഡേറ്റ് ചോദിച്ച് മനസ്സിലാക്കി. എന്നിട്ട് ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ, വാർഷികം ജന്മദിനം ആഘോഷിക്കുന്നതിനേക്കാളും മറ്റെന്ത് കാര്യം ആഘോഷിക്കുന്നതിനേക്കാളും ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഒരു ആനുവൽ ഫീസ്റ്റ് ഡേ പോലെ ആഘോഷിക്കുന്നത് എന്റെ ബാപ്റ്റിസത്തിന്റെ ദിവസം. കാരണം അതിനെക്കുറിച്ച് ബോധ്യം കിട്ടി കഴിഞ്ഞപ്പോൾ, പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, സത്യം പറഞ്ഞാൽ നമ്മൾ എന്തായി ഈ ലോകത്തെ അന്ധകാരത്തിന്റെ യുഗത്തിൽ നിന്ന് പുത്രന്റെ രാജ്യത്തിലേക്ക് കടന്നു വന്ന ദിവസമാണ്. യേശുവിന്റെ സ്വന്തമായ ദിവസമാണ്. അപ്പൊ ആ മാമോദീസായി ലഭിച്ച ഇനി ഒരിക്കൽ കൂടി ഒരു കുഞ്ഞായിട്ട് ഒരു മാമോദീസയ്ക്ക് വകുപ്പില്ല. നമുക്ക് ഇനി മുതിർന്നവർക്കും ഒരിക്കൽ സ്വീകരിച്ചവർക്ക് മാമോദീസയ്ക്ക് വകുപ്പില്ല. അപ്പൊ ആ മാമോദീസായിലെ മുഴുവൻ കൃപകളെയും അതേ ഇന്റൻസിറ്റിയിൽ സ്വീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും അസുലഭമായ സന്ദർഭമാണ് എന്ത്? ദൈവ കരുണയുടെ തിരുനാൾ. അപ്പൊ അതുകൊണ്ട് കരുണയുടെ തിരുനാൾ ദിവസം യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ സകല പാപങ്ങൾക്കും സകല ശിക്ഷകൾക്കുമുള്ള കടം ഇളച്ച് കിട്ടുകയാണ്. ഞാനിത് സൂചിപ്പിച്ചത് നമ്മൾ ഈ ദിവസങ്ങളെ എത്രമാത്രം പ്രധാനപ്പെട്ടതായിട്ട് കാണണം എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഉച്ചത്തിലേറ്റിയെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അത് വിശ്വാസത്തോടെ കണ്ണടച്ച് നെറ്റിയിലേക്ക് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഒരിക്കൽ കൂടി ഉച്ചത്തിലെത്തിയെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു.